കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്ന യൂട്യൂബ് ചാനൽ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തീമോത്തിയോസ് 2:15 വചനം നമ്മെ എന്തു പഠിപ്പിക്കുന്നു എന്ന വിഷയത്തിൻ്റെ 4ാം ഭാഗ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ബൈബിളിലെ 16 വിധ കാലഘട്ട വ്യവസ്ഥകളിൽ 8 വ്യവസ്ഥകൾ വിഷയങ്ങളായി നമ്മൾ മനസ്സിലാക്കി. ഇന്ന് 9ാമത്തെ വിഷയമായ ദൈവത്തിൻ്റെ കൃപായുഗ വ്യവസ്ഥയെപ്പറ്റി നമുക്ക് പഠിക്കാം. ഡിസ്പെൻസേഷൻ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപായുഗ വ്യവസ്ഥ. ലോകത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും മനസ്സിലാക്കുവാനോ വിശ്വസിക്കുവാനോ രക്ഷിക്കപ്പെടുവാനോ കഴിയാതെ പോകുന്ന ദൈവത്തിൻ്റെ അതിമഹത്വരമായ രക്ഷാപദ്ധതിയാണ് കൃപായുഗ രക്ഷാപദ്ധതി. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, ദൈവത്തിൻ്റെ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 3:24 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാമല്ലോ. അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. 25ാമത്തെ വചനം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള വീണ്ടെടുപ്പ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനം. നമ്മളെ 2-3 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ്, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന, ശാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മളെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുത്തിരിക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കി തരികയാണ്. വീണ്ടും പറയുന്നു, ഈ രക്ഷ, ഈ നീതീകരണം സൗജന്യമായിട്ടാണ് തന്നിരിക്കുന്നതെന്ന്. സൗജന്യമായിട്ടത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അത് എങ്ങനെ നമുക്കത് ഫലവത്തായി തീരും? അത് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് അനുഗ്രഹമായി ലഭിക്കുകയുള്ളൂ. 25ാമത്തെ വചനം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് വലിയ ഒരു അവാർഡ് പോലെ തരികയാണ്. നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ഒന്നും കർത്താവ് കണക്കിടാതെ ശിക്ഷിക്കാതെ നമ്മളെ വിമോചിപ്പിക്കുകയാണ്. അത് കർത്താവിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നീതിയാലല്ല, ദൈവത്തിൻ്റെ നീതിയാൽ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ മാത്രം. അതായത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗാഗുൽഥാമലയിലുള്ള യാഗം, ആ യാഗത്താൽ എനിക്ക് നീതീകരണം ലഭിച്ചുവെന്നും ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇതാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ എഫേസ്യ ലേഖനം 2:8-9 അത് 1000 വട്ടം പറഞ്ഞാലും മതി വരികയില്ല. ദൈവത്തിൻ്റെ കൃപയുടെ ആ മഹത്വരം ഒന്ന് വായിക്കുക. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ, പ്രവൃത്തികളാൽ അല്ല, ആരും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തികളാൽ അല്ല നമുക്ക് രക്ഷ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. കൃപയാലാണ്. കൃപയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ദയയാണ്, കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ അനുകമ്പയാണ്, നമ്മളോടുള്ള വാത്സല്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമേ. കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയാലല്ല നമുക്ക് രക്ഷ എന്ന് വ്യവസ്ഥ നമുക്ക് കർത്താവ് തിരിയുകയാണ്. തീത്തോസിൻ്റെ ലേഖനം 3:5 നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, തൻ്റെ കരുണപ്രകാരം അവൻ നമ്മെ രക്ഷിച്ചു. ഉണ്ടോ?
കർത്താവിൻ്റെ കരുണയാലാണ് നമുക്ക് രക്ഷ. നമ്മുടെ ആരുടെയും ഒരു നീതിപ്രവർത്തികൾ കൊണ്ടല്ല നമുക്ക് രക്ഷ കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവ് നമ്മുടെ നീതിപ്രവർത്തികളിൽ ആഗ്രഹിച്ച് നമ്മളെ രക്ഷിക്കാമെന്നുള്ള വ്യവസ്ഥ നമുക്ക് തന്നിട്ടുമില്ല. കർത്താവിൻ്റെ ഗാഗുൽത്താ മലയിലുള്ള രക്തം ചിന്തിയുള്ള മരണത്താൽ നമുക്ക് നീതീകരണം തരികയാണ്. ആ മരണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പരിമളവാസനയായ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സുഗന്ധഭരിതമായ, നമ്മുടെ രക്ഷാകരമായ, നമ്മുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന, ശാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ആ രക്ഷാകര ദൗത്യം ഗാഗുൽത്താ മലയിൽ, കാൽവരി മലയിൽ, കുരിശിൽ കർത്താവ് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ കർത്താവിൻ്റെ പാപം വല്ലതും പോകാൻ വേണ്ടിയാണോ കർത്താവ് ഗാഗുൽത്താ മലയിലേക്ക് വന്ന് പിടഞ്ഞു മരിച്ചത്? നമ്മൾ ആദ്യ ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപം പോക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ ഒന്ന് സ്നേഹിക്കുവാൻ, നമ്മളോടൊത്തൊന്ന് വസിക്കുവാൻ നിത്യം കർത്താവിൻ്റെ ആഗ്രഹം കൊണ്ടാണ് പിതാവായ ദൈവം കർത്താവിനെ പ്രായശ്ചിത്തമായി ഗാഗുൽത്താ മലയിലേക്ക് അയച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കണമേ. 1 കൊരിന്തോസ് 15:3-4 ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മുൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, മുൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം. 1 കൊരിന്തോസ് 15:3-4 ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മുൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, മുൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞുള്ള ആ മരണത്താൽ, ആ ഒറ്റ പ്രവൃത്തിയാൽ കർത്താവിൻ്റെ അടക്കപ്പെടലിനാൽ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽക്കലിനാൽ എനിക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ചാൽ, ആ സ്പോട്ടിൽ, ആ നിമിഷം ഹൃദയം കൊണ്ട് നമ്മളങ്ങ് വിശ്വസിക്കുക, എൻ്റെ പാപത്തിന് പരിഹാരമായി എൻ്റെ കർത്താവ് ഗാഗുൽത്താ മലയിൽ പിടിഞ്ഞു മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് രക്ഷാനുഭവം നമുക്ക് ലഭിക്കുക. അതിനെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തരിക, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിക്കുക. 2 കൊരിന്തോസ് 1:22 അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ആ സ്പോട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുക. എഫെസ്യ ലേഖനം 1-ാം 13-14 നമുക്കൊന്ന് വായിക്കാമല്ലോ. അവളിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവൾ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്കത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയടിക്കപ്പെട്ടവരായി, നമ്മൾ സ്വർഗത്തിൻ്റേതായി മാറുകയാണ്, നമ്മൾ ദൈവത്തിൻ്റേതായി മാറുകയാണ്. സ്വർഗത്തിൽ നിത്യം വാഴുവാനുള്ള യോഗ്യത കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ തരികയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മൾ നിറഞ്ഞ് തുളുമ്പുകയാണ്. കർത്താവിൻ്റെ ആ സ്നേഹം എപ്പോഴും അനുഭവിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ്. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ച നമുക്ക് റോമാലേഖനം അതിൻ്റെ 6-ാം 3 മുതൽ 11 വരെയുള്ള വചനങ്ങളും നമുക്കൊന്ന് വായിച്ചു നോക്കാമല്ലോ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ച് അടക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ
ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടു കൂടി നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കൂ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിച്ചിരിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. എന്ത് സ്നേഹവാക്കത്ത വചനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒറ്റ വിഷയത്തിൽ മേലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മുൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, മുൻ തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സുവിശേഷം നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമ്മുടെ ഹൃദയത്തിലേക്ക്, പരിശുദ്ധാത്മാവിനെ വാക്കത്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് അന്നേരം അയക്കുകയാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുപോലെ നമ്മളും മരിച്ചവരായിത്തീരുന്നു. കർത്താവായ യേശു അടക്കപ്പെട്ടതുപോലെ നമ്മളും അടക്കപ്പെട്ടവരായിത്തീരുന്നു. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ നമ്മൾ മാറുകയാണ്. ഇങ്ങനെയാണ് 2 കൊരിന്ത്യർ 5:17 വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജനിക്കുക. നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജനിക്കുകയാണ്. നമ്മുടെ വ്യക്തിത്വം മാറുകയാണ്. പാപി എന്നുള്ള അവസ്ഥയിൽ നമുക്ക് വിശുദ്ധൻ എന്നുള്ള പദവി നമുക്ക് ലഭിക്കുകയാണ്. വിശുദ്ധൻ, വിശുദ്ധ എന്ന പദവി നമുക്ക് ലഭിക്കുകയാണ്. ഇനി നമ്മൾ ഒരിക്കലും പാപികളല്ല. നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം നമ്മളല്ല ചെയ്തത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ള വിശ്വാസബോധ്യം. ഈ വിശ്വാസബോധ്യത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയും പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുകയും നമ്മൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് എപ്പോഴും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള യോഗ്യത കർത്താവ് നമുക്ക് തരികയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമേ, നമ്മൾ മനസ്സിലാക്കണമേ. 1000 വട്ടം കർത്താവിൻ്റെ ഈ സ്നേഹത്തെ പ്രസിദ്ധമാക്കുവാൻ കർത്താവ് നമുക്ക് യോഗ്യത തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരു പദവിയിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തിയിരിക്കുക. കർത്താവിൻ്റെ മരണം എൻ്റെ മരണമായിരുന്നു. കർത്താവിൻ്റെ അടക്കം എൻ്റെ അടക്കമായിരുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. കർത്താവിൻ്റെ സ്വർഗാരോഹണം എൻ്റെ സ്വർഗാരോഹണമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണമേ. എഫേസ്യർ 2:6-7 കർത്താവ് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അതിനുശേഷം അവിടുന്ന് താഴോട്ട് വിവരിക്കുകയാണ്, കൃപയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വാസത്താലാണ്, നമ്മുടെ ആരുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല എന്ന്. ഇതൊന്ന് ആഴമായി വിശ്വസിക്കുവാനും ഇങ്ങനെ രക്ഷിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും മാത്രം നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വവും അതേ ഉള്ളൂ. ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുക. ഇതാണ് കൃപായുഗ വിശുദ്ധന്മാരുടെ മഹാഭാഗ്യം. ഇതാണ് കൃപായുഗ വിശുദ്ധന്മാരുടെ മഹായോഗ്യത. ഇതാണ് കൃപായുഗ വിശുദ്ധന്മാരുടെ മഹാ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കണമേ. എൻ്റെ പാപത്തിന് പരിഹാരം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അത് പ്രായശ്ചിത്തമായി ചെയ്തുവെന്ന് വിശ്വസിക്കുക. എങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി പിതാവും പുത്രനും ഇന്ന് ഇരിക്കുന്നിടമായ സ്വർഗത്തിൽ നിത്യം വസിക്കുവാനുള്ള യോഗ്യതയായി നമുക്ക് കർത്താവിൻ്റെ ആ പ്രവൃത്തിയാൽ നമുക്ക് തരികയാണ്. ആ പ്രവൃത്തിയിൽ ഒന്ന് വിശ്വസിച്ചാൽ, ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ഒറ്റ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ ആ സ്പോട്ടിൽ നമുക്ക് രക്ഷയാണ്, നമുക്ക് അനുഗ്രഹമാണ്,
ദൈവത്തോടുള്ള നിത്യവാസം കർത്താവ് നമുക്ക് തരികയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമേ. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ അവരുടെ സ്വന്തമായ നീതിപ്രവൃത്തികളാൽ, അവരുടെ ആചാരാനുഷ്ഠാന കർമാദികളാൽ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആ വലിയ സമൂഹം, അവർ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളോട് പറയുക. 2 തിമോത്തിയോസ് 2:15 വചനം ദൈവത്തിൻ്റെ വചനത്തെ, അതായത് സത്യവചനത്തെ ശരിയായി വിഭജിച്ച് പഠിപ്പിക്കാത്തതുകൊണ്ടും പഠിക്കാത്തതുകൊണ്ടുമാണ് യഥാർത്ഥമായ രക്ഷാപദ്ധതി എന്തെന്ന് മനസ്സിലാക്കുവാനോ അത് വിശ്വസിക്കുവാനോ സാധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, ഇവരെല്ലാം നരകത്തിന് അവകാശികളായി തീരും എന്ന് സത്യവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ, കാലാകാലങ്ങളിലെ ദൈവത്തിൻ്റെ ഓരോ വ്യവസ്ഥകളെ, ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് വിഭജിച്ച് പഠിച്ചാലേ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വിഭജിച്ച് പഠിച്ചില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ രക്ഷ നമ്മുടെ രക്ഷയായി മാറും നമ്മൾ കരുതി വിശ്വസിക്കുകയാണ്. ഇസ്രയേലിൻ്റെ രക്ഷ നമ്മുടെ രക്ഷയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ നമ്മൾ ഒരിക്കലും രക്ഷാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം നമ്മളെ കാണുകയില്ല എന്നുള്ള ബോധ്യം നമ്മൾ മനസ്സിലാക്കണമേ. രണ്ടാമത്തെ കാരണമായിട്ട് പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവർത്തനം 17:11 ബെരോബയിലെ ആൾക്കാർ വചനം കേട്ട് സ്വീകരിച്ചു, എന്നിട്ട് ഞങ്ങൾ സ്വീകരിച്ച വചനം ശരിയോ തെറ്റോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനിലൂടെ ബെരോബയിലെ ജനങ്ങളെ സുവിശേഷം കേട്ടപ്പോൾ അവർ ഈ വ്യക്തി പറയുന്നത് ശരിയോ തെറ്റോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് ഉറപ്പിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമ്മൾ കാണുക. നമുക്ക് തന്നിരിക്കുന്ന വേദപുസ്തകം അപ്പോസ്തലനായ പൗലോസിലൂടെ തന്ന കൃപയുടെ സുവിശേഷ വ്യവസ്ഥ, ആ വ്യവസ്ഥയിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു മനുഷ്യൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കാതെ, ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയോ ആയിക്കോട്ടെ, വലിയ ആളോ ചെറിയ ആളോ എങ്ങനെ ആയിക്കോട്ടെ, അത് ശരിയോ തെറ്റയോ എന്ന് പരിശോധിച്ച് നോക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ള വചനമാണത്. ഇതിനുള്ള സമയമൊന്നും നമുക്കുണ്ടോ? ഇതിനുള്ള സമയമൊന്നും നമുക്കില്ല. നമുക്ക് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമാദികളുടെ നീണ്ട പട്ടിക, നമ്മൾ മുഖാന്തരമുള്ള നീതീകരണം നമുക്ക് ലഭിക്കുമെന്നുള്ള നമ്മുടെ പ്രവൃത്തികൾ, ഇതൊക്കെ ചുമ്മാ തമാശനൊരു ചോദ്യമുണ്ട്, ക്യാ ഫലം, എന്തെങ്കിലും ഫലം ലഭിക്കുമോ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ? ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഫലം ലഭിക്കുമോ? ഫലം ലഭിക്കും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത നമ്മുടെ ഓരോ പ്രവൃത്തികളെയും അവിടെ കണക്കിടും. 2 കൊരിന്ത്യർ 5:10 വചനം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവന് തക്കതായ പ്രതിഫലം പറ്റും. നമ്മൾ ഓരോരുത്തരും ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടവരാണ്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായ പ്രതിഫലം പറ്റുവാൻ ന്യായാസനത്തിനു മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കർത്താവിൻ്റെ രക്തം ചിന്തിയുള്ള ഗാഗുൽത്താ മലയിലെ ആ മരണത്തിലും അതിനുശേഷമുള്ള അടക്കത്തിലും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിലും നീ വിശ്വസിച്ചാൽ, ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷ കിട്ടുകയും അതിനുശേഷം ചെയ്യുന്ന എൻ്റെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രതിഫലം തരുവാൻ, എല്ലാ നല്ല പ്രവൃത്തികളും മോശം പ്രവൃത്തികളും അവിടെ ശോധന ചെയ്യും. ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട വ്യക്തി, അവൻ വിശ്വസിച്ച് രക്ഷാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം
കർത്താവിൻ്റെ സ്നേഹ നിയമങ്ങൾ മുഴുവൻ അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹ നിയമങ്ങൾ മുഴുവൻ പാലിക്കുവാൻ ബാധ്യസ്ഥനാണ്. അത് സ്നേഹമെന്നുള്ള ഒറ്റ വ്യവസ്ഥയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവരോടും കരുണ കാണിക്കുക, ദയ കാണിക്കുക, അനുകമ്പ കാണിക്കുക, മനസ്സിലാവ് കാണിക്കുക. എല്ലാ മേഖലകളിലും നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഉള്ളവർക്കാണ് അവിടെ കൂടുതൽ പ്രതിഫലവും അവകാശവും അധികാരവും മഹിമയും ലഭിക്കുക. ആ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഭൂമിയിൽ നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി. എന്നെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്താൽ എനിക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം തള്ളപ്പെട്ടു പോകും. അവരെ ആരും കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയില്ല. അവരെ ആരും കർത്താവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല. നമ്മളിത് മനസ്സിലാക്കണമേ, വിശ്വസിക്കണമേ. കർത്താവിൻ്റെ വചനത്തെ, സത്യവചനത്തെ വിഭജിച്ച് പഠിച്ച് ആരുടെ രക്ഷ? എൻ്റെ രക്ഷാകാലഘട്ടമാണോ ഇത്? അതോ ഇസ്രയേലിൻ്റെ രക്ഷാകാലഘട്ടമാണോ ഇത് എന്ന് പരിശോധിച്ച് യഥാർത്ഥമായ വിശ്വാസബോധത്തിലേക്ക് വരുവാൻ വചനത്തെ നമ്മൾ വിഭജിച്ച് പഠിക്കണം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ പഠിക്കുന്ന വചനങ്ങൾ അത് ശരിയാണോ തെറ്റായാണോ എന്ന് പരിശോധിച്ച് കണ്ടെത്തുവാനുള്ള ബാധ്യത കർത്താവ് നമുക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസാണ് റോമാലേഖനം മുതൽ ഫിലമോന്റെ ലേഖനം വരെയുള്ള 13 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസാണ് എബ്രായ ലേഖനം കൂടി എഴുതിയിരിക്കുന്നതെന്ന് മഹാഭൂരിപക്ഷം പേരും വിശ്വസിക്കുകയാണ്. നമുക്ക് 2 തെസ്സലോനിക്ക അതിൻ്റെ 3-ാം അധ്യായം 17-18 വചനം കൂടി നമുക്കൊന്ന് വായിക്കാം. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ അതിൻ്റെ മേലെടുത്ത് എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്, വചനങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന തെളിവ്. നമുക്ക് ഒരു വചനത്തിൻ്റെ ആരംഭം, ഒരു പുസ്തകത്തിൻ്റെ ആരംഭം നമുക്കൊന്ന് വായിക്കാം. തിമോഥെയോസിന് എഴുതിയ ലേഖനം, നമ്മൾ 13 പുസ്തകത്തിൻ്റെയും ആരംഭം വായിച്ചാൽ നമുക്കിത് മനസ്സിലാവും. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ഇങ്ങനെ ഏത് പുസ്തകത്തിൻ്റെ മേലെഴുത്തിൽ കാണുന്നുവോ അതാണ് ഞാൻ എഴുതിയത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതാനുള്ള ഒരു പശ്ചാത്തലം, കാരണം അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷ ചെയ്തപ്പോഴും മറ്റുള്ള സഭകൾക്ക് ലേഖനം അയക്കുമ്പോഴുമൊക്കെ അതേ രൂപേണ പൗലോസാണ് എഴുതിയതെന്നും പറഞ്ഞുകൊണ്ട് തെറ്റായ ഉപദേശം കൊടുത്ത് ജനത്തെ ഭിന്നിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ. അതൊക്കെ കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നത്. ഞാനാണ് എഴുതിയത് എന്നുള്ളതിൻ്റെ തെളിവ് ഇങ്ങനെ ഉള്ള ഒരു വന്ദനം ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാം. എങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ ഇത് ഞാൻ എഴുതിയതാണ് എന്ന്. ഇപ്പം നമുക്ക് വിശ്വസിക്കുവാനും ഈ വചനം നമുക്ക് കാരണമായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്പർ 6, 7, 8 നമ്മൾ നമ്പർ 6, 7, 8 വിഷയങ്ങളായി മനസ്സിലാക്കി പഠിച്ച ദൈവത്തിൻ്റെ ന്യായപ്രമാണ യുഗവ്യവസ്ഥ, ന്യായപ്രമാണ നിശബ്ദ യുഗവ്യവസ്ഥ,
ന്യായപ്രമാണ അഭിഷേക യുഗ വ്യവസ്ഥ ഇവ ഇസ്രയേലിന് മാത്രം ഉദ്ദേശിച്ച് ഭൂമിയിൽ അവർക്ക് ദൈവരാജ്യം സ്ഥാപിച്ച് നൽകുന്ന കാര്യങ്ങളുടെ വിശദീകരണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിൻ്റെ കൃപായുഗ വ്യവസ്ഥ ആർക്ക് വേണ്ടി എഴുതപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നീണ്ട പട്ടികയായിട്ട് കാണാൻ സാധിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും ഇസ്രയേലേ 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 എന്ന് അതിസംബോധന ചെയ്തുകൊണ്ടാണ്. ഇസ്രയേലിനെ വിളിക്കുന്നു, ഇസ്രയേലിനെ അനുഗ്രഹിക്കും, ഇസ്രയേലിന് ഉടമ്പടി കൊടുക്കുന്നു. എപ്പോഴും നമുക്ക് ഇസ്രയേലേ ഇസ്രയേലേ എന്നേ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ കഴിയുന്നുള്ളൂ. തീത്തോസിൻ്റെ ലേഖനം 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നെഴുതിയിരിക്കുന്നു. സകല മനുഷ്യർക്കുള്ള സുവർണ കാലഘട്ടമാണ് കൃപയുടെ സുവിശേഷ കാലഘട്ടം. നമ്മൾ ഇന്ന് ആ കാലഘട്ടത്തിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ച കാലഘട്ടം കൃപായുഗ കാലഘട്ടം. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷമാകുന്ന കാലം ഇസ്രായേലിന് മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷമാകുന്ന കാലമാണ് ഈ കാലം, കൃപായുഗ കാലം. ഗലാത്യ ലേഖനം 3:28 യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി പ്രകാരം കർത്താവിൻ്റെ ഗാഗുൽത്താ മലയിലെ ആ മരണം മൂലം കർത്താവ് യഹൂദനെന്നില്ല, യവനെന്നില്ല, ഒരു വ്യക്തിയെ ഏത് രീതിയിൽ ഉദാഹരിക്കുന്നുവോ ആ രീതിയിൽ ഒന്നും ഉദാഹരിക്കാതെ ഏവർക്കും ദൈവം രക്ഷ നൽകുന്ന ഒരു കാലഘട്ടം, ദൈവം അനുഗ്രഹമായി തീരുന്ന ഒരു കാലഘട്ടം, ദൈവത്തിൻ്റെ സ്നേഹം വിളംബരം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് കൃപായുഗ കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 തിമോത്തി 2:4 അവൻ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്ന കാലം. സകല മനുഷ്യരും രക്ഷപ്പെടണം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ആഗ്രഹം. ഇസ്രായേൽ ദൈവത്തെ വഞ്ചിച്ചു, ഇസ്രായേൽ ദൈവത്തെ അനുസരിച്ചില്ല, ഇസ്രായേൽ വേണ്ടതുപോലെ ദൈവത്തെ സ്നേഹിച്ചില്ല, ദൈവത്തെ മാനിച്ചില്ല, ദൈവമെന്ന് കണക്കാക്കി ആ അംഗീകാരം ദൈവത്തിന് കൊടുത്തില്ല. ഈ കാലഘട്ടത്തെ എല്ലാ ജാതികൾക്കും കർത്താവ് രക്ഷ വാഗ്ദത്തം ചെയ്ത കാലഘട്ടമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലാണ് ജാതികളായ നമുക്കുള്ള രക്ഷയെന്ന് നമ്മൾ മനസ്സിലാക്കി വിശ്വസിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ജാതിക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അവരെ ഓരോരുത്തർ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അവർ യഹൂദ മതത്തോട് ചേരണം. അവർ യഹൂദ മതത്തിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാന നിയമങ്ങളും പാലിക്കുന്നവരായി തീരണം. അവരെ യഹൂദന്മാരുടെ പട്ടികയിൽ പെടുത്തുകയാണ്. അവർക്ക് പ്രത്യേക പേര് നിശ്ചയിച്ചിരിക്കുകയാണ്, യഹൂദ മതാനുസാരികൾ. എൻ്റെ മാതൃമതത്തിലെ പഴയകാല അനുഭവങ്ങൾ ഒത്തിരി എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി അന്യമതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ അവനിടുന്ന പേരാണ് പുതു ക്രിസ്ത്യാനി എന്ന്. അവന് സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ ലഭിക്കേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും യോഗ്യത ഉണ്ടാകുകയില്ല. ഒരു 2ാം സ്റ്റെപ്പോ 3ാം സ്റ്റെപ്പോ എന്ന പദവിയിലേക്ക് താഴ്ത്തിക്കാണുന്ന അവസ്ഥ. ആ വ്യക്തി മരിക്കുകയാണെങ്കിൽ പോലും വേറൊരു മേഖലയിലാണ്. മറ്റുള്ളവരെ മഹാ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ മരിച്ചടക്കപ്പെട്ട സ്ഥലത്തൊന്നും അവരെ അടക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ആ കാലഘട്ടം ഓർത്തു പോവുകയാണ്. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. എന്തെങ്കിലും ഒരു കല്യാണത്തിനോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ ആദ്യം അവർക്കൊന്നും ഭക്ഷണം കൊടുക്കില്ല. അവർ പുതു ക്രിസ്ത്യാനിയല്ലേ. ഈ കാര്യങ്ങൾ പോലെ തന്നെയാണ് യഹൂദന്മാരും ഒന്ന് ജാതികളോട് കണ്ടിരുന്നത്.
അതുകൊണ്ടാണ് അവർക്കൊരു പേര് വന്നത്, യഹൂദ മതാനുസാരികൾ. ഇതൊക്കെ ക്ലാസ്സുകളായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വിശദീകരിച്ച് പഠിക്കാം, മനസ്സിലാക്കാം. കർത്താവിൻ്റെ കൃപായുഗ രക്ഷാപദ്ധതി ഏവർക്കും സ്വീകാര്യമാണ്. കൃപയുടെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷക്കാരൻ പൗലോസ് അപ്പോസ്തലനാണ്. 1 തീമോത്തി 1:11. ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിൻ്റെ പരിജ്ഞാനം അറിയിക്കുവാൻ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിൻ്റെ നമുക്ക് പിന്നീട് കാണാം. ഈ ശുശ്രൂഷ അപ്പോസ്തലനായ പൗലോസിനെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. റോമാലേഖനം അതിൻ്റെ 15:16. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ആർക്ക് വേണ്ടിയാ? ഇസ്രായേലിന് വേണ്ടിയാണോ? ഇസ്രായേലിന് വേണ്ടി മാത്രമാണോ? ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. പ്രവൃത്തിയുടെ പുസ്തകം 13:47. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. കൃപായുഗ രക്ഷ ജാതികളുടെ ഇടയിൽ വിളംബരം ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലനെയാണ് കർത്താവ് നിയമിച്ചിരിക്കുന്നത്. കൃപയുടെ സുവിശേഷം അത് പ്രചരിപ്പിക്കുവാൻ അപ്പോസ്തലനെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. റോമാലേഖനം 11:13. ജാതികളുടെ അപ്പോസ്തലൻ പൗലോസാണ്. എഫെസ്യർ ലേഖനം 2:20. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. കൂട്ടുകാരും കൂടെ വെച്ചു കൊടുത്തു. ബർന്നബാസ്, തീത്തോസ്, സീലാസ്, യൂദാവ്, അന്ത്രോനിയോസ്, യൂനിയാഹ്, നീഗർ എന്ന് പറയുന്ന ശിമിയോൻ മുതലായവരെയെല്ലാം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ആ അടിസ്ഥാനത്തിൽ മേലാണ് സഭ പണിതിരിക്കുന്നത്. സഭയുടെ പണി ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് കർത്താവായ യേശുക്രിസ്തു മെഹാരൂഢനായി വരുമ്പോൾ മാത്രമാണ് പണി പൂർത്തീകരിക്കപ്പെടുക. കർത്താവായ യേശുക്രിസ്തു മെഹാരൂഢനായി വരുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന പൗലോസ് അപ്പോസ്തലന്മാരും കൂട്ടുകാരുമാകുന്ന ആ അടിസ്ഥാനത്തിന്മേൽ ഇവർ മുഖാന്തരം സഭയെ കർത്താവ് പണിയുകയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ. ഇന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് ഓരോരുത്തരും പറയുന്നു. യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ടാണോ ഇവർ പണിയുന്നത്? യേശുക്രിസ്തു എന്ന ആ മൂലക്കല്ല് എന്ന ആ അവസ്ഥയിൽ മാറ്റം വരുമോ? നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിയുന്നു. ഇന്ന് ഞാൻ ഒരു അപ്പോസ്തലനാണ്, ഇന്ന് ഞാനൊരു പ്രവാചകനാണ് എന്ന് ആര് ധരിക്കുന്നുവോ, വചനം പറയുന്നു അവൻ കള്ള അപ്പോസ്തലനാണ്, കള്ളപ്രവാചകനാണ്. ക്രിസ്തു അടിസ്ഥാനമിട്ട കൃപയുടെ രക്ഷാപദ്ധതിയെ അടിസ്ഥാനമിട്ടിരിക്കുന്നത് പൗലോസും കൂട്ടുകാരുമെന്ന് ആ അടിസ്ഥാനത്തിൽ മേലാണ്. നമ്മൾ വേറൊരു അടിസ്ഥാനം ഇടരുത്. വേറൊരു അടിസ്ഥാനം ഇടുന്നവരുടെ കൂട്ടത്തിൽ പോകരുത്. അത് ദൈവത്തിൻ്റെ അടിസ്ഥാനമല്ല, ദൈവത്തിൻ്റെ സഭയല്ല. ഇത് മനസ്സിലാക്കണമേ, വിശ്വസിക്കണമേ. ഇതൊക്കെ പറയാനുള്ള, ഇതൊക്കെ നിങ്ങളോടൊക്കെ ഒന്ന് അറിയിക്കുവാനുള്ള കടമയും ഉത്തരവാദിത്വം എന്നെപ്പോലെയുള്ളവർക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമേ. അറിയിക്കേണ്ടതാണ്, ഇത് പഠിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജനം പാഴ്വസ്തുവായി മാറിപ്പോകും. കൃപയുടെ സുവിശേഷത്തിൻ്റെ വർണ്ണന എത്ര മനോഹരമായിട്ടാണ് ഈ 13 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 20:24. ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം. കൃപ കൃപ അതാണ് ഈ 13 പുസ്തകങ്ങൾ. റോമാലേഖനം 1:11. അത് സത്യവേദ പുസ്തകത്തെക്കാളും സ്പഷ്ടമായിട്ട് POC ബൈബിളിലും KJV ബൈബിളിലും എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവൻ എന്നവിടെ എഴുതിയിരിക്കുകയാണ്.
റോമാലേഖനം 15:19 ക്രിസ്തുവിൻ്റെ സുവിശേഷം. എഫേസ്യ ലേഖനം 1:13 രക്ഷയുടെ സുവിശേഷം എന്ന സത്യവചനം. എഫേസ്യ ലേഖനം 6:15 സമാധാനത്തിൻ്റെ സുവിശേഷം. 2 കൊരിന്ത്യർ 4:4 തേജസ്സേറിയ സുവിശേഷം. അതെ, വളരെ മഹത്വമുള്ള സുവിശേഷം. 1 തീമോത്തി 1:11 ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം. ഗലാത്യർ 2:7-8 അഗ്രചർമ്മക്കാർക്കായിട്ടുള്ള സുവിശേഷം. അതെ, വിജാതീയരായ നമുക്ക് വേണ്ടിയുള്ള സുവിശേഷം. അപരിച്ഛേദനക്കാർക്കായിട്ടുള്ള സുവിശേഷം, പരിച്ഛേദനക്കാർക്കായിട്ടുള്ളതല്ല. ഇസ്രയേലിനുള്ള സുവിശേഷം മാത്രമല്ല ഇത്, ഇസ്രയേലിനും ജാതികളായി നമുക്കുമുള്ള രക്ഷാവചനമാണ്, രക്ഷാസുവിശേഷമാണ്, കൃപാസുവിശേഷം. റോമാലേഖനം 2:16 ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ അപ്പസ്തലനായ പൗലോസിൻ്റെ സുവിശേഷത്താൽ എൻ്റെ സുവിശേഷം എന്നോട് പറഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 16 മുതൽ 26 വചനങ്ങൾ നമ്മൾ ആരംഭ ക്ലാസ്സിൽ ഇത് വായിച്ചതാണ്. POC ബൈബിളിൽ നിന്ന് എടുത്താണ് വായിച്ചത്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അവിടെയും പറഞ്ഞിരിക്കുന്നു എൻ്റെ സുവിശേഷം. അപ്പസ്തലനായ പൗലോസിലൂടെയാണ് കൃപയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ബാക്കി പൂർവ്വപിതാക്കന്മാർ, പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അരുളപ്പാട് കെട്ടി എഴുതിയ 39 പുസ്തകങ്ങൾ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാർ മുഖാന്തരവും 70 പേർ മുഖാന്തരവും അവസാനം സ്തെഫാനോസ് മുഖാന്തരവും അറിയിച്ച ന്യായപ്രമാണത്തിലെ സുവിശേഷമല്ല കൃപയുടെ സുവിശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കണമേ. അപ്പസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ആ സുവിശേഷത്തിൻ്റെ വർണ്ണന എത്ര മനോഹരമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൃപയുടെ സുവിശേഷം ശുദ്ധമായ ഉപദേശമാണെന്ന്, പഥ്യോപദേശമാണെന്ന് എഴുതിയിരിക്കുന്നു വചനങ്ങൾ. അതായത് KJV ബൈബിളിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നു, സൗണ്ട് ഡോക്ടറിങ്, ശുദ്ധമായ ഉപദേശം. പഥ്യോപദേശമെന്ന് സത്യവേദ പുസ്തകം എഴുതുന്നു. ആരോഗ്യപരമായ ഉപദേശം, അനുഗ്രഹപ്രദമായ ഉപദേശം എന്നൊക്കെ നമുക്കിതിനെ വർണ്ണിക്കാൻ സാധിക്കുകയാണ്. 2 തീമോത്തി 4:3 അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരഹസ്യമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. മനസ്സിലാക്കണമേ, ഈ പഥ്യോപദേശം, ശുദ്ധമായ ഉപദേശം, കൃപയുടെ സുവിശേഷം കേൾക്കാതെ, അനുസരിക്കാതെ, വിശ്വസിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന, നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനത്തെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുക. തീത്തോസ് 1:9 പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓരോ ശുശ്രൂഷക്കാരനും എങ്ങനെയുള്ളവനായിരിക്കണം? കർത്താവിൻ്റെ പഥ്യോപദേശമായ, ശുദ്ധോപദേശമായ കൃപയുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നവനായിരിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 1 തീമോത്തി 1:10 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തീത്തോസിൻ്റെ 2:1 സൗണ്ട് ഡോക്ടറിങ് എന്ന ഹെഡിലെ കർത്താവിൻ്റെ ശുദ്ധമായ ഉപദേശം, പഥ്യോപദേശം. ഇത് പൂർവ്വപിതാക്കന്മാർ മുതൽ പ്രവാചകന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ, അവർ പാപപരിഹാര പ്രവർത്തികൾ, യാഗങ്ങളൊക്കെ നടത്തി അന്ന് കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് കടന്നു വന്നവർക്കും
യേശുവിൻ്റെ കാലഘട്ടത്തിൽ 12 ശിഷ്യന്മാരടക്കം കർത്താവ് മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് വിശ്വസിച്ച് പാപമോചനം ലഭിച്ചവർക്കും അടിസ്ഥാനമായ സുവിശേഷം, അവരുടെയും രക്ഷാകരമായ സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്, വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ലോകസ്ഥാപനത്തിനു മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. ആ കാലഘട്ടത്തിൽ, പഴയ നിയമ പുതിയ നിയമ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന ഏത് വിശുദ്ധന്മാർക്കും അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തത്താലാണ് പൂർണ്ണ വിമോചനം ലഭിച്ചിരിക്കുന്നത്, വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ശുദ്ധമായ ഉപദേശം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു മുന്നേറി വന്നവരാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾക്കും പൂർണ്ണ വിമോചനം, പൂർണ്ണ വിടുതൽ, പൂർണ്ണ അനുഗ്രഹം അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്, യേശുവിൻ്റെ പുണ്യാഹ രക്തത്താലാണ്, യേശുവിൻ്റെ കാൽവരി മലയിലുള്ള മരണത്താലാണ് വ്യവസ്ഥ ചെയ്തു വച്ചിരിക്കുന്നത്. താൽക്കാലിക അനുഗ്രഹമായി അവർക്ക് അന്ന് ആ വ്യവസ്ഥകളെല്ലാം കൊടുത്തുവെങ്കിൽ ശാശ്വത അനുഗ്രഹമായി കർത്താവിൻ്റെ രക്തത്താൽ, കർത്താവിൻ്റെ മരണത്താൽ അനുഗ്രഹം പ്രാപിക്കാൻ യോഗ്യന്മാരായി അവരും തീർന്നിരിക്കുന്നു, യോഗ്യതയുള്ളവരായി അവരും മാറിയിരിക്കുന്നു. ഇതാണ് ശുദ്ധമായ ഉപദേശത്തിൻ്റെ പ്രത്യേകത. ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തം എല്ലാ വിശുദ്ധന്മാർക്കും അനുഗ്രഹമായി തീർന്ന കൃപയുടെ സുവിശേഷ വ്യവസ്ഥ. ഇസ്രായേലിനെ ഭൂമിയിൽ ദൈവരാജ്യം അനുവദിച്ച് നൽകുന്ന കാര്യത്തെപ്പറ്റി ആണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചു, നമ്മൾ 2 ക്ലാസ്സുകളിൽ അത് മനസ്സിലാക്കിയതാണ്. പഴയ നിയമത്തിലും നമ്മളത് കണ്ടു. മുഴുവനും വിളികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കണ്ടു. ഇസ്രയേലേ, 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 ഇസ്രയേലേ. മുഴുവൻ വിളികളും അനുഗ്രഹങ്ങളും ഇടപെടലും ഇസ്രയേലിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ കൃപായുഗ വ്യവസ്ഥ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നൊരു കാലഘട്ടമാണ്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യമാണ് ഇസ്രായേലിൻ്റെ വാഗ്ദത്തമായി കൊടുത്തതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കിയില്ല. അവർക്ക് ദൈവരാജ്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്കോ? അതുകൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ക്ലാസ് നിർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരൂ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഓരോരുത്തർ പഠിപ്പിക്കുന്നത് 7 വർഷമാണ്, ചിലർ പഠിപ്പിക്കുന്നത് 1000 വർഷം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ നിത്യം സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരുന്ന വ്യവസ്ഥയാണ് കൃപായുഗ വ്യവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നത്. കൃപായുഗ വ്യവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നിത്യം സ്വർഗത്തിന് അവകാശികളാണ്. 1 തെസ്സലോനിക്ക 4:13-18 നമുക്കൊന്ന് വായിക്കാമല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിന്ദര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. മേഘാരൂഢനായി വരുന്ന ദൈവം, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ എഴുന്നള്ളവരെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെട്ടവരല്ല നമ്മൾ. അത് ഇസ്രായേലിനുള്ള വാഗ്ദത്തമാണ്. നമ്മൾ മേഘാരൂഢനായി വരുന്ന ദൈവത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 കർത്താവ് മേഘാരൂഢനായി വരുന്ന വ്യവസ്ഥയും മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വരുന്ന വ്യവസ്ഥയും 2 മേഘാരൂഢനായി വരുന്ന വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നു,
ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ സ്വർഗത്തിലേക്ക് നിത്യം വസിക്കുവാൻ കൊണ്ടുപോകാൻ വരുന്നുവെന്ന്. മഹത്വത്തിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് വരുന്ന ഇസ്രയേലിന് ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിച്ചു കൊടുക്കാനാണ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 27, 28, 29 വചനങ്ങൾ അത് പഠിപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തു പ്രതിഫലം? 12 പേരുടെ ലീഡറായ പത്രോസ് ചോദിക്കുക. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ 12 പേരെ ഉയർപ്പിച്ച് 12 സിംഹാസനങ്ങൾ ഇരുത്തി 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കാനുള്ള അധികാരം തരും. എന്നിട്ട് പറയുകയാണ് 29 വചനത്തിൽ, ദൈവരാജ്യത്തെ പ്രതി നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും അത് 100 ഇരട്ടിയായിട്ട് ഇവിടെ തരുമെന്ന്. അവർക്ക് ഈ ഭൂമിയിലെ അനുഗ്രഹമാണ്. എഫെസ്യ ലേഖനം 1:3, സ്വർഗത്തിലെ സർവ്വ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ച പിതാവിന് സ്തോത്രം. 2 പദ്ധതി, 2 പ്രത്യാശ, 2 വിശ്വാസം, 2 പാപമോചനം, 2 വിധ വിശ്വാസം. ഇത് മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ, വിശ്വസിച്ചില്ല എങ്കിൽ, ഇന്നത്തെ രക്ഷ കർത്താവിൻ്റെ കൃപായുഗ വ്യവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏവർക്കും രക്ഷപ്പെടുവാനുള്ള ആ സൗജന്യമായ രക്ഷ, ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്ന കാലഘട്ടം, ആ സൗജന്യമായ രക്ഷ അത് വിശ്വാസത്താൽ പ്രാപിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ട കാലഘട്ടം. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ് കൃപായുഗ കാലഘട്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൃപായുഗ കാലഘട്ടത്തിലെ വിശ്വാസ പ്രമാണമായ റോമാലേഖനം മുതൽ ഫിലമോൻ്റെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ നമ്മുടെ സുവിശേഷ വ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കി പഠിച്ച് രക്ഷപ്പെടുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആഗ്രഹിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമേ. ഈ കൃപായുഗ വ്യവസ്ഥയുടെ അടുത്ത ക്ലാസ്, തുടർന്നുള്ള ക്ലാസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം ഒത്തിരി അനുഭവിച്ച് മുന്നേറുവാൻ ഈ കാലഘട്ടം നമുക്ക് കർത്താവ് അവസരം തന്നിരിക്കുകയാണ്. അത് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുത്തുവാനും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനും നമ്മുടെ ഈ വീഡിയോ മെസ്സേജ് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ സുവിശേഷ വേലയിൽ പങ്കാളിയാകി അനുഗ്രഹിക്കപ്പെടുവാനും ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. ആമേൻ.